നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ റീയൂണിയൻ സംഭവിക്കുമോ? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളായിട്ടും ലവ് അട്രാക്ഷന് വേണ്ടിയിട്ടും, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുമുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും ഉണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. ബ്രേസ്ലെറ്റിനും പേഴ്സണൽ റീഡിങ്ങിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ 7 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, ദ ഹെറോഫൻറ്റ്, ജഡ്ജ്മെൻറ്റ്, 4 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്സ്, ടെമ്പറൻസ്, 5 ഓഫ് കപ്സ്, 3 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എപ്പോഴും ആലോചനയിലാണ് എന്നാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ജോബ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണെന്നും കാണുന്നുണ്ട്. അവർക്ക് സാമ്പത്തികമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരുടെ ചിന്തയൊന്നും സാമ്പത്തികം ഉണ്ടാക്കുന്നതിലുമല്ല, അവരുടെ ജോബ് കരിയറിലുമല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇവിടെ കരിയർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എപ്പോഴും ചിന്തയായിട്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് എല്ലാവരും ഉണ്ടായിട്ടും ചുറ്റിനും ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. എന്നിരുന്നാലും ഇവരെല്ലാം അവോയ്ഡ് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. സ്വന്തം ഇഷ്ടം നോക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം ചിലവാക്കി. പക്ഷേ അവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടോ അവർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. തീർത്തും അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. മാനസികമായിട്ട് അവർ ശരിക്കും ഒറ്റപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന സമയത്തെല്ലാം അവർ ആൾക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജീവിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ചുറ്റിനും ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലായി. തീർത്തും ഒരു വിഷമം പിടിച്ചൊരവസ്ഥയിലാണ്. അവർക്ക് ആരുടെ അടുത്തും അവരുടെ അവസ്ഥ തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ അവസ്ഥ. ഇവരുടെ മനസ്സൊന്ന് തുറന്ന് ആരുടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുകയേ ഉള്ളൂ. ഇവരെ ഒന്ന് മനസ്സറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരും ഇല്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ചിന്തയിലാണെന്ന് പറഞ്ഞല്ലോ. അവർ ശരിക്കും നിരാശയിലിരിക്കുകയാണ്. അവർ ആ ഒരു നിരാശാഘട്ടത്തിൽ നിന്നും പതുക്കെ റിക്കവർ ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം, ഒന്ന് തുറന്ന സംസാരം അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഉടനെ അവർ അതിന് തയ്യാറല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഉറപ്പായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങളും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക് ആരോ നല്ലൊരു ഉപദേശം കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പ്രായം കൂടിയ ഒരാൾ, ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ആകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണ് നൽകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. വീഡിയോയുടെ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉടനെ തന്നെ കോളും മെസ്സേജും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ കാണിക്കുന്നുണ്ട്. അവസാനം വരെ കാണുക.
ഇവിടെ നിങ്ങൾ ഇത്രയും നാളും സങ്കടപ്പെട്ടതിന് ഉടനെ തന്നെ ഒരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ ശരിക്കും ഒരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിനൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഉറക്കം വേണം. അത്യാവശ്യമായിട്ട് നല്ലൊരു ഉറക്കം വേണം നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ. കാരണം നിങ്ങളുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്. നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഉറങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായി. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു നിങ്ങൾക്കും ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഇനി മുമ്പോട്ട് എന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വ്യക്തി വേണ്ടെന്ന് വെച്ച് പോയതാണോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഭയമാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് സിറ്റുവേഷനെ വേഴ്സ് കണ്ടീഷനിലാക്കരുത്. നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം തന്നെയാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം എത്രയാണോ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ആകും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകാം. കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിച്ചത്, ആ ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ആരും അറിയാതെ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പോയ കാര്യത്തിനെ ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ വിചാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും. നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷമില്ല. ആരൊക്കെയോ ചേർന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇതിനകത്ത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിവോഴ്സിൻ്റെ ഒരു കേസ് തന്നെ ആയിരിക്കും ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉടനെ തന്നെ നിങ്ങളുടെ ഈ ഒരു വിഷമത്തിന് ഒരു ഉത്തരം യൂണിവേഴ്സ് തരുമെന്ന് തന്നെയാണ്. ഡിവോഴ്സ് പെറ്റീഷൻ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കെതിരെ കൊണ്ട് കൊടുത്തെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധം വേർപെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തമ്മിൽ യൂണിവേഴ്സ് റീയൂണിയൻ ചേർക്കും എന്നാണ്. അതായത് നിങ്ങളെ തമ്മിൽ യൂണിവേഴ്സ് ഒന്നിപ്പിക്കും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും അകന്ന് ജീവിക്കേണ്ടവരല്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പിരിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ അവർ ഇവിടെ റീതിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരൊരു കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അവരെക്കാൾ വയസ്സിന് മൂത്തൊരാളുടെ അടുത്തോ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് എല്ലാം ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് വേണമെന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചത്, അവരുടെയൊക്കെ സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഒരു 3 months നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 3 months നിങ്ങളുടെ വ്യക്തി ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചത്, എത്രത്തോളം സ്നേഹത്തോടു കൂടിയുള്ളൊരു വിളി അല്ലെങ്കിൽ ഒരു മെസ്സേജാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ക്ഷമ വേണം. കാരണം യൂണിവേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫില്ല് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ മൈൻഡ്, അതും തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൈൻഡ് ആകെ ഒരു കോൺഫ്ലിക്റ്റിൽ ഇരിക്കുകയാണ്. പലമാതിരി ചിന്തകൾ, ഒന്നിനകത്തും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നിങ്ങളോട് സ്നേഹമുള്ളവരെയൊക്കെ നിങ്ങൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സാമ്പത്തികമൊക്കെ നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കാരണം നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാകുന്നു. നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കൂടുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മെഡിറ്റേഷനാണ്.
ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിനെല്ലാം പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ മഹാദേവൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വിഷമിച്ച കാര്യങ്ങൾക്ക് ഒരു ഉത്തരം മഹാദേവൻ നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ്. നിങ്ങളുടെ കണ്ണീരൊരിക്കലും ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. മഹാദേവൻ നിങ്ങളുടെ ആ ഒരു കണ്ണീര് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് സഹായത്തിനായിട്ട് മഹാദേവൻ്റെ കരങ്ങൾ മഹാദേവൻ നീട്ടുന്നതായിരിക്കും. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷമം നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ തന്നെയാണ്. ഇവിടെ മഹാദേവൻ നിങ്ങളോട് പറയുന്നത്, ഇത്രയും കാലവും നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ്. നിങ്ങൾ എന്താവശ്യമാണോ, അതായത് നിങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്നുണ്ടെങ്കിൽ മഹാദേവൻ നിങ്ങൾക്ക് അത് നടത്തി തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ 7 ചക്രാസ് കംപ്ലീറ്റ്ലി ബാലൻസ് ആവാനുണ്ട് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയും 3rd ഐ ചക്രയും കംപ്ലീറ്റ്ലി ഹീലാവാനുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാനസിക ദുഃഖം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. 3rd ഐ ചക്ര നിങ്ങൾക്ക് ഹീലാവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ്ഡ് ആക്കിയേ മതിയാവുകയുള്ളൂ. നിങ്ങളുടെ 7 ചക്രാസ് ഹീല് ചെയ്ത് എല്ലാം ബാലൻസ് ആക്കി വെക്കുക. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കി ഒരു പ്രോപ്പർ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് മാറിയിരുന്നിട്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു തോട്ട് ആവശ്യമില്ലാത്ത ഒരു നെഗറ്റീവ് ചിന്തയാണിത്. ഈ ഒരു ചിന്തയിൽ നിന്നും ഒന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഈ ഒരു ചിന്തയിൽ തന്നെ മുഴുകി നിൽക്കാതെ നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു സങ്കടപ്പെടുന്നത്, നിങ്ങളുടെ രാത്രിയിൽ ഉറക്കം ഒഴിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാത്തൊരവസ്ഥ, അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നുവോ അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവാക്കി വെച്ചിരുന്നാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി, ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തി കുറച്ച് ടൈം എടുക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ കാലാവധിയൊക്കെ കുറഞ്ഞ് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളെ വിളിക്കുകയുള്ളൂ. നിങ്ങളുടെ വ്യക്തി ശരിക്കും ചിന്തയിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ വ്യക്തി മുമ്പ്, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് വഴക്കൊട്ടിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സാമ്പത്തികം ആർക്കൊക്കെയോ കൊടുത്ത് സഹായിക്കുന്നതിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി നേരത്തെ ആർക്കൊക്കെയാണോ സാമ്പത്തിക സഹായം നൽകിയിരുന്നത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ സാമ്പത്തികം ചിലവാക്കിയിരുന്നത്, ഇപ്പോൾ അതിനൊക്കെ ഒരു ശമനം വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ആർക്കാണോ നിങ്ങളുടെ വ്യക്തി പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെയൊക്കെ സ്വഭാവം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ആ ഒരു സാമ്പത്തിക സഹായം നിർത്തിയതായിട്ട് കാണുന്നുണ്ട്. പല ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന, അതായത് നിങ്ങളുടെ വ്യക്തി ചില ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ നിങ്ങളുടെ വ്യക്തി നിർത്തിയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് നിങ്ങളുടെ വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞിരുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ആരോ ഉപദേശം നൽകുന്നതായിട്ട് കാണുന്നെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കോണ്ടാക്റ്റിലുള്ളത്. അവർ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഉപദേശം തന്നെയാണ് നൽകുന്നത്. നമുക്കിനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ നോക്കാം. ഈ ഒരു റിച്വല്
നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആക്കിയിട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ ഒരു റിച്വൽ ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ്സ് എങ്കിലും, മിനിമം 5 മിനിറ്റ്സ് എങ്കിലും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, മൈൻഡ് റിലാക്സ്ഡ് ആക്കുക, സൗണ്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടിരിക്കുക. സൈലൻസ് ആണ് മെയിനായിട്ട് വേണ്ടുന്നത്. നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ടും വേണം. ഈ റിച്വലിന് ആവശ്യമുള്ളത് വെള്ള കളറിലെ പേപ്പറും റെഡ് കളറിലെ പെന്നുമാണ്. സ്കെച്ച് പെന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അതിനുശേഷം ഈ പേപ്പറിൽ കാണുന്നത് പോലെ വരയ്ക്കുക. ലെഫ്റ്റ് സൈഡിൽ 3 സർക്കിൾ വരച്ചതിന് ശേഷം ഉള്ളിൽ നിങ്ങളുടെ പേരെഴുതുക. റൈറ്റ് സൈഡിൽ 3 സർക്കിൾ വരച്ചതിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരെഴുതുക. എന്നിട്ട് ആ സെൻറ്റർ പോയിന്റിൽ മുകളിൽ മിസ് മീ, താഴെ ലവ് മീ, ലെഫ്റ്റ് സൈഡിൽ കം ടു മീ, റൈറ്റ് സൈഡിൽ കോൾ മീ. അതിനുശേഷം ഈ പേപ്പർ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വേണം വെക്കാൻ. പില്ലോയുടെ അടിയിൽ വെക്കുന്നതിന് മുന്നേ ഈ പേപ്പറിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് റിച്വൽസ് ആണ്. റിച്വൽസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കണം. നിങ്ങൾക്ക് റിച്വൽസ് ഒന്നും ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിക്കുവാനും നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോകാനുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. ബ്രേസ്ലെറ്റ് കയ്യിൽ ധരിച്ചാൽ മതിയാകും. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയാവാൻ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു എനർജി പോകാനുള്ള ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.